ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാനും വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഇന്നും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഇവിടെ കറണ്ടൊന്നുമില്ല, ആകെ പെട്ടിരിക്കുകയാണ്. രാവിലെ പോയി വൈകിട്ട് 5 മണിക്ക് വരുള്ളൂന്നാണ് പറഞ്ഞത്. ഞാൻ പറയുന്നത് ഉച്ചത്തിലാണെന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കഥകും ജനലൊക്കെ തുറന്നിട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഗൗതൂട്ടരിപ്പുണ്ട്, ലച്ചോടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിപ്പുണ്ട്. പക്ഷേ അവളെ കാണിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. കാണിക്കലെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലച്ചൂട്ടിനെ കാണിക്കുന്നില്ല. അപ്പം ഞാനും ഗൗതവും കൂടെ ഇവിടെ ഇരുന്ന് കുറേ ലച്ചൂട്ട് ഇപ്പോൾ വന്നേ ഉള്ളൂ കേട്ടോ. ഇൻറ്റേൺഷിപ്പ് ഉണ്ടായിരുന്നു, പോയിട്ട് വന്നേ ഉള്ളൂ. ഒരു സ്ഥലത്തുള്ളത് കഴിഞ്ഞു, വാട്ടർ അതോറിറ്റിയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ എവിടെയായിരുന്നു ലച്ചു? ഇപ്പോൾ എവിടെയാണ് ഇൻറ്റേൺഷിപ്പ്? എക്സൈസ് ഓഫീസിലാണ്, അവിടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ടൊക്കെ ഇപ്പോൾ വന്നേ ഉള്ളൂ. പിന്നെ എന്തടേ ഗെയിം കളിച്ചോണ്ടിരിക്കണ്ട. ഗെയിമിൽ കളിച്ചോണ്ടിരിക്കുമ്പോൾ ഓരോ ആക്ഷനും പറയുന്നതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ എനിക്ക് എന്നെ നോക്കിയാണ് പറയുന്നതെന്ന്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചോദിച്ചാൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. രാവിലെ കുക്കിംഗ് ആയിട്ട് അങ്ങനെ കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ഉപ്പുമാവായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ഉപ്പുമാവെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കഴിക്കാനായിട്ട് ഉപ്പുമാവായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. അതെല്ലാവരും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കുറേ ബാലൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ട് രാവിലെ അത് തന്നെയാണ് ചൂടാക്കി എടുത്തത്. അപ്പോൾ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 9 മണിയല്ല, അതിന് മുന്നേ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എനിക്ക് അരയ്ക്കാനൊന്നും ഇല്ലായിരുന്നു. മീൻകറി വെച്ചതുണ്ടായിരുന്നു, പിന്നെ തോരൻ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, ചോറുണ്ടാക്കി, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങനെ എടുക്കാനും വേണ്ടിയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി വൈകിട്ട് 5 മണി വരെ ഇങ്ങനെ ഇവിടെ ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ ഇങ്ങനെ ഇരിക്കണം, കാരണം നെറ്റില്ല, വൈഫൈ ഇല്ല. അപ്പോൾ ഇനി ഇത് എപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്നും പറയാൻ പറ്റത്തില്ല, കാരണം നെറ്റ് വന്നതിന് ശേഷം ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അതേ ഗൗതൂട്ടൻ കണ്ട, അല്ലെങ്കിൽ 24 മണിക്കൂറും ടി വിയിൽ നോക്കി ഇരിക്കുന്ന ഗൗതു ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. ഗൗതൂട്ടൻ പക്ഷേ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും നേരമായിട്ട് ഇവിടെ ഇരുന്ന് പടം വരച്ചിട്ടുണ്ട്. ഗൗതൂട്ടൻ പടമൊക്കെ വരയ്ക്കും. ഞാൻ പണ്ട് ലച്ചു പടം വരച്ചത് കുറേ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളടുത്ത്. അപ്പോൾ അതുപോലെ ഗൗതു കുറേ പടം വരച്ച കുറേ കളക്ഷൻസ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ അടുത്ത കുറച്ച് നാളായിട്ട് വരച്ച പടങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം, അല്ലേ ഗൗതു? അല്ലേ? അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ട, ഇത് ലച്ചൂട്ടിൻ്റെ പണ്ടത്തെ ഫോട്ടോയാണ്, നമ്മൾ ഫ്രെയിം ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണ്, പക്ഷേ ഇപ്പോൾ പഠിക്കാനൊന്നും പോകുന്നില്ല, മടി കാരണം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി മടി മാറുമ്പോഴത്തേക്ക് വീണ്ടും പഠിക്കാനായിട്ട് പോകും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതെ, അന്ന് കുഞ്ഞിലെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അതൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു, നമ്മളിവിടെ ആയിരവല്ലി പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് ഫോട്ടോ എടുത്തതാണിത്. ഇത് ഭയങ്കര, അപ്പോൾ ആയിരവല്ലി പാറയിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അന്ന് എടുത്തതാണ്. ഇത് ഗൗതൂട്ടൻ്റെ കുറച്ച് ഡ്രോയിങ് കളക്ഷൻസ് ആണ്. ഇത് വെജിറ്റബിൾ ഡ്രോയിങ് ആണല്ലേ ഗൗതു? പിന്നെ അതെ ഇത്
അപ്പോൾ ഇതൊക്കെയാണ് ഗൗതൂട്ടം വരച്ച കുറേ പടങ്ങൾ കേട്ടോ. ആദ്യം കുറേ വേറെയൊക്കെ വരച്ചിട്ടില്ലായിരുന്നോ? ആ അതൊക്കെ പോയി കേട്ടോ. ആദ്യം വേറെ കുറേ നല്ല ഒരുപാട് പടങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടി പോകുന്നേ. നമ്മൾ ഒരു വണ്ടി വന്ന് അപ്പുറത്ത് നിന്ന് ഹോൺ അടിച്ചു. അതാണ് ഞാൻ കുറച്ചൊന്ന് പോസ് ചെയ്തിട്ടാണ് കേട്ടോ സംസാരിക്കുന്ന. കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അന്ന് കുറേ പടങ്ങൾ, അതായത് കൊറോണ സമയത്തൊക്കെ ഇല്ലേ, അന്ന് നമുക്ക് അങ്ങനെ എങ്ങും പോകാനോ ഒന്നിനും പറ്റില്ല. എല്ലാവർക്കും അറിയാമല്ലോ, ഈ ലോകം മുഴുവനും ഒരു വീടിനകത്ത് അടച്ചുമൂടി ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അന്ന് ഇതുപോലെ ടൈം പോകാനായിട്ട് ഗൗതൂട്ടനും ലച്ചൂട്ടനും കുറേ പടം വരച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ലച്ചൂട്ടനും കുറേ പടം വരച്ചല്ലേ, കുറേ പടം വരച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടം പോലെ പടങ്ങൾ രണ്ടുപേരും ഇതുപോലെ പലയിടത്ത് കാണുന്ന പടങ്ങളും രണ്ടുപേരും വരച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ പോയി. പിന്നെ ഞാൻ പറഞ്ഞു ഇനി വരയ്ക്കുന്നതെങ്കിലും സൂക്ഷിച്ച് വെക്കി, നമുക്കൊരു ആൽബം ആക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ് അങ്ങനെ ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ബുക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ അതിലിങ്ങനെ പടങ്ങളൊക്കെ വരച്ച് സൂക്ഷിച്ചൊക്കെ വെക്കും കേട്ടോ. ഇവിടെ ചേട്ടനും പടമൊക്കെ വരയ്ക്കും. പക്ഷേ ആ ഒരു നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലല്ലേ അതിനൊരു ഫിനിഷിങ് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കറക്റ്റായിട്ട് പടം വരയ്ക്കാതിരുന്നുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളാണ്. കാരണം ചേട്ടൻ്റെ അച്ഛൻ നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാളാണ്. നമ്മളിങ്ങനെ ആളിനെയൊക്കെ നോക്കിയൊക്കെ ഇരുന്ന് ഒക്കെ പടം വരയ്ക്കുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, ഞാൻ ചെല്ലുമ്പോഴേ അച്ഛയില്ല. ചേട്ടൻ്റെ ചെറുതിലെ അച്ഛൻ മരിച്ചു പോയതാണ്. അപ്പോൾ അവിടെ ചേട്ടൻ്റെ വീട്ടിലുള്ള എല്ലാ ചെറുമക്കളും നല്ല അടിപൊളിയായിട്ട് പടം വരയ്ക്കും കേട്ടോ. നല്ല രസമാണ് പടം വരയ്ക്കുന്നതൊക്കെ കാണാനായിട്ട്. നല്ല നല്ല ഒറിജിനാലിറ്റിയോടുകൂടി പടം വരയ്ക്കും. എല്ലാവരും പടം വരയ്ക്കും. അതൊക്കെ ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് അല്ലേ. പടമൊക്കെ വരയ്ക്കുക, പാട്ട് പാടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു കഴിവാണ്. അതൊക്കെ ഇൻബോണായിട്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ഇതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് വേറെ വീഡിയോ ഒന്നും ഇന്ന് എടുക്കാനൊന്നുമില്ല. ഇന്നിങ്ങനെ കറണ്ട് പോയിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ അതൊരു മോശമല്ലേ, ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇനി വൈകിട്ട് ഗൗതൂട്ടിന് ബാഡ്മിൻ്റന് കൊണ്ടുപോകണം. വൈകിട്ട് എനിക്ക് ഡാൻസ് ഓൺലൈൻ ക്ലാസ് രാത്രിയാണ് കേട്ടോ. 7:30 മണിക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്. കാരണം വർക്കിംഗ് വുമൻസ് ഒക്കെയാണ് അതിൽ ഉള്ളത്. അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള ടൈം മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ടൈമിലാണ് അവർക്ക് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. ആളെന്നോ ഉള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നല്ല നല്ല കമൻറ്റ്സ്, നെഗറ്റീവ് പോസിറ്റീവ് എന്ത് തന്നെയായിരുന്നാലും കമൻസ് ആയിട്ട് ഇടണം കേട്ടോ. പിന്നെന്താണ്, പിന്നൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.